ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ് ഗാസയിലെ റഫ എന്ന് പറയുന്ന സിറ്റി. ഇതിനെ സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാളും ഏതാനും ദിവസങ്ങൾക്കകം ലോകത്തിലെ ഏറ്റവും വലിയൊരു ശവകുടീരങ്ങളിൽ ഒന്നായി മാറാൻ പോകുന്ന പ്രദേശം എന്ന രീതിയിലാണ് പല എക്സ്പേർട്സും വ്യാഖ്യാനിക്കുന്നത്. കാരണം 12 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഡെൻസ്ഡ് പോപ്പുലേഷനുള്ള സിറ്റികളിലൊന്നായിട്ടാണ് ഈ റഫ മാറിയിരിക്കുന്നത്. ആ സിറ്റിയിലോട്ടാണ് ഇന്നും ഇസ്രായേൽ സൈന്യം അവരുടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് എൻട്രി ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് ഒരു ജനസൈഡ്, അതായത് മുഴുവൻ ഒരു വംശഹത്യക്ക് കാരണമാകാൻ പോകുന്ന നീക്കങ്ങളാണെന്ന തരത്തിലാണ് ഇന്ന് പല രാജ്യങ്ങളിലെ പ്രതിനിധികളും ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നത്. ഏറ്റവും ഒടുവിൽ അമേരിക്ക പോലും ഇസ്രായേൽ റഫേൽ ഒഫൻസീവായ ആക്ഷൻസ് എടുത്തു വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ആയുധങ്ങൾ നൽകി നിർത്തലാക്കാൻ പോകുന്നു പ്രഖ്യാപനം നടപ്പാക്കിയത് ഇന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിൽ പോലും പ്രശ്നമുണ്ടാകാനുള്ള കാരണമായി മാറിയിരിക്കുന്നുവെന്ന അഭിപ്രായങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള യാഥാർത്ഥ്യം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റഫ എന്ന് പറയുന്ന പ്രദേശത്ത് ഇത്രമാത്രം പ്രശ്നമുണ്ടാകാനുള്ള കാരണം എന്താണ് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായിട്ട് ഇന്ന് മാറിയിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് സനു. നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ റഫ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത എന്നാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 7 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഈ 7 മാസങ്ങളിൽ പലപ്പോഴും ഇസ്രായേൽ സൈന്യം ഗാസയുടെ അകത്തോട്ട് ഗ്രൗണ്ട് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സൈനികമായിരിക്കുന്ന ഓപ്പറേഷൻസ്, അവരുടെ സൈന്യം അകത്തോട്ട് പ്രവേശിച്ച് പീരങ്കികളും ബാക്കിയുള്ള കാൽപ്പടയാളികളും അകത്തോട്ട് കടന്നു ചെന്ന് ഈ ഭാഗത്തുള്ള പല പ്രദേശങ്ങളിലും ഹമാസിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ അറ്റാക്ക് നടപ്പാക്കുകയും ചെയ്തിരുന്നു. സോ ആ ഒരു സമയത്ത് ഈ ഗാസയുടെ നോർത്തേൺ ഭാഗത്ത്, അതായത് ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെയാണ് നോർത്തേൺ ഗാസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു നോർത്തേൺ ഗാസയിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഗാസയുടെ സദേൺ ഭാഗത്തോട്ട് പലായനം ചെയ്തത്. ഈ സദേൺ ഭാഗം എന്ന് പറയുന്ന ഒരു കടലിന്റെ അടുത്തുള്ള പ്രദേശമാണ്. ആ സദേൺ ഭാഗത്തുള്ള ഒരു സിറ്റിയാണ് ഈ റഫ എന്ന് പറയുന്നത്. ഈ റഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗാസയിൽ നിന്ന് പുറത്തോട്ട് കടക്കാൻ സാധിക്കുന്ന ഒരൊറ്റൊരു പ്രവേശന കവാടമാണ് ഈ ഒരു റഫ അതിർത്തി എന്ന് പറയുന്നത്. സോ ഗാസ അതുപോലെ ഈജിപ്ത്, ഈ 2 പ്രദേശങ്ങൾക്കിടയിലുള്ള ഒരു ബോർഡർ സിറ്റിയും കൂടിയാണ് ഈ റഫ എന്ന് പറയുന്നത്. ഈ സിറ്റിയിലാണ് ഇന്ന് ഏകദേശം 1.2 മില്യൺ ജനങ്ങൾ താമസിക്കുന്നത്. അതിൽ തന്നെ 6 ലക്ഷത്തിലധികം വരുന്ന കുട്ടികളുണ്ടെന്ന് പറയുന്ന കാര്യമാണ് ഇന്ന് യൂണിസെഫ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സോ ഇത്രയും ഡെൻസ്ഡ് പോപ്പുലേഷനുള്ള, അതായത് നമ്മുടെ ഒരു കേരളത്തിനകത്തുള്ള ചെറിയൊരു സിറ്റിയുടെ മാത്രം വലിപ്പമുള്ള ഒരു ജില്ല പോലുമല്ല, ഒരു സിറ്റിയുടെ മാത്രം വലിപ്പമുള്ള ഒരു പ്രദേശമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒരു പ്രദേശത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ റഫ എന്ന് പറയുന്നത്. അവിടെ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. ആ പ്രദേശത്തോട്ടാണ് ഇന്ന് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായിട്ട് പ്രവേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം അങ്ങോട്ടേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരമാണ്. ഈ ഉത്തരം എന്ന് പറയുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയ സമയത്ത്, അതായത് ഒക്ടോബർ മാസം 7-ാം തീയതി 2023 ഈ സംഘർഷം തുടങ്ങിയ സമയത്ത് ഹമാസ് കുറച്ചധികം ഇസ്രായേലി പൗരന്മാരെ ബന്ദികളായി കൊണ്ടുപോയിരുന്നു. അതിൽ 250ഓളം വരുന്ന ആൾക്കാരെന്ന് പറയുന്ന കണക്കാണ് ആദ്യം പുറത്തുവിട്ടത്. അതിൽ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് ആൾക്കാരെ റിലീസ് ചെയ്യുകയും കുറച്ച് ആൾക്കാരെ ഇസ്രായേൽ തന്നെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലിൽ ഏകദേശം 50ലധികം വരുന്ന റെഫ്യൂജീസ് ഉണ്ടെന്ന് പറയുന്ന കാര്യമാണ് ഔദ്യോഗികമായിട്ട് ഇന്ന് ഹമാസ് തന്നെ സ്ഥിരീകരിച്ചത്. സോ ഈ ജനങ്ങളെ വിട്ടുകിട്ടണമെങ്കിൽ, ഇവരെ പുറത്തോട്ട് വിടണമെങ്കിൽ പല പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഇസ്രായേൽ ഈ ഒരു മൊത്തം പ്രശ്നം അവസാനിപ്പിച്ച് തിരികെ പോകണമെന്നും ഹമാസ് എന്ന് പറയുന്ന സംഘടന അംഗീകരിക്കും, പ്ലസ് ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിന് ഒരു അവരുടേതായിരിക്കുന്ന കൺട്രോൾ കൊടുക്കുകയും, പ്ലസ് അവരുടെ ജനങ്ങൾക്ക് ഈ പള്ളിയുടെ പേരിലുള്ള തർക്കമുണ്ട്, ആ തർക്കം പരിഹരിച്ചുകൊണ്ട് അകത്തോട്ട് പ്രവേശിക്കാനുള്ള അനുമതി നൽകുകയും വേണമെന്നൊരു കാര്യമാണ് ഹമാസ് ആവർത്തിച്ച് ഉന്നയിച്ചത്. അതിനൊന്നും ഇസ്രായേൽ സമ്മതം അറിയിച്ചില്ല. അങ്ങനെ ഈ പ്രശ്നം നീണ്ടു പോകുന്നത് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ഹമാസിൻ്റെ 4 ബറ്റാലിയൻ ഇത്രത്തോളം വരുന്ന സോൾജേഴ്സ് ഉള്ള പ്രദേശമായിട്ടാണ് ഈ റഫയെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ആ പ്രദേശത്തോട്ട് ഹമാസിൻ്റെ അവസാനത്തെ സോൾജേഴ്സിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്രായേലി പൗരന്മാരെ മോചിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം നടപ്പായിക്കൊണ്ടാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററും അവരുടെ ഓപ്പോസിഷനും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒഫൻസീവായ ആക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം പുറത്തു വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്ന് കാണുവാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന 50ലധികം വരുന്ന രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു യൂണിയൻ രംഗത്ത് വന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ശക്തമായി പ്രതികരിച്ച് കാണാൻ സാധിക്കും. ഇവിടെ ആഫ്രിക്കൻ യൂണിയൻ മാത്രമല്ലാതെ യൂറോപ്പിലെ പല രാജ്യങ്ങൾ, ഈവൻ ജർമ്മനി ഉൾപ്പെടുന്ന രാജ്യങ്ങളും ഇന്ന് ഇസ്രായേലിനെതിരെ രംഗത്ത് വരികയും ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ ഓൾ ടൈം പാർട്ണർ എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക പോലും ഇസ്രായേൽ ഈ ഒരു നീക്കം നടപ്പാക്കാൻ പാടില്ലെന്നും അങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ ഇസ്രായേൽ നൽകാൻ പോകുന്ന ആയുധങ്ങൾ നിർത്തലാക്കുമെന്നൊരു പ്രഖ്യാപനം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് മുഴുവൻ ജിയോ പൊളിറ്റിക്സിലെയും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യമായിട്ട് മാറുന്നുവെന്ന് പല എക്സ്പേർട്സും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു മൊത്തം പ്രശ്നവും എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായിരിക്കും. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയമായിരിക്കുന്ന താല്പര്യത്തെപ്പറ്റി നിങ്ങൾ അറിയേണ്ടത്. ഹമാസ് ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാനായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പല പ്രധാനപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈജിപ്തും ഖത്തറും നേതൃത്വം നൽകുന്ന ഹമാസിൻ്റെയും ഇസ്രായേലിനെയും പ്രതിനിധികൾ ഉൾക്കൊണ്ടുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത്. ഈ ചർച്ചയിൽ സീസ്ഫയർ അതായത് വെടിനിർത്തൽ കരാറിലോട്ട് പോകാനുള്ള പല നിർദ്ദേശങ്ങളും രണ്ട് ഭാഗത്തും മുന്നോട്ട് വന്നിരുന്നു. അതിൽ ഹമാസ് പല നിർദ്ദേശം പറഞ്ഞിരുന്നു, ഇസ്രായേൽ പല കാര്യങ്ങളും മുന്നോട്ട് പറഞ്ഞിരുന്നു. അവസാനം ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകാമെന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം കാര്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരുന്നു. ആ പ്രഖ്യാപനത്തിന് ഇന്ന് ഇസ്രായേൽ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഹമാസ് ഓക്കെ പറഞ്ഞിരിക്കുന്ന ആ സീസ് ഫയർ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ആദ്യം മനസ്സിലാക്കാം. ഹമാസ് പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് 3 ഘട്ടമായിട്ട് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാമെന്നും അതോടൊപ്പം തന്നെ ഇസ്രായേലും അതേ നമ്പർ ഓഫ് പ്രിസണേഴ്സ് ഇസ്രായേലിന്റെ കൈവശമുള്ള പലസ്തീനി പ്രിസണേഴ്സിനെ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം വിട്ടുതരണമെന്ന കാര്യമാണ് ഹമാസ് പ്രഖ്യാപിച്ചത്. അതായത് ഇസ്രായേലിന്റെ കൈവശം ഉള്ള 34 വരുന്ന ഈ പലസ്തീനി പ്രിസണേഴ്സിനെ വിടുകയാണെങ്കിൽ ഞങ്ങൾ 34 ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുമെന്നും അത് കഴിഞ്ഞ് 42 ദിവസത്തിനകം അടുത്ത ഘട്ടമായിരിക്കുന്ന ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുമെന്നും ഈ സമയത്തോടകം ഇസ്രായേലി സൈന്യം പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് പിറകോട്ട് പോകണമെന്ന കാര്യമെല്ലാമാണ് ഹമാസ് അംഗീകരിച്ചത്. പക്ഷേ ഹമാസ് ഓക്കെ പറഞ്ഞ ഒരു സീസ് ഫയറിന് ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇവിടെയാണ് പല കാര്യങ്ങളെപ്പറ്റിയും അറിയേണ്ടത്. രാഷ്ട്രീയമായ താല്പര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഹമാസ് ഈ ഒരു സീസ് ഫയറിന് ഓക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹമാസിൻ്റെ ലീഡറായിരിക്കുന്ന ഇസ്മായിൽ ഹാനിയ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ ഒരു ഹമാസിൻ്റെ കൺട്രോളിലുള്ള ഗാസയിലാണ് താമസിക്കുന്നത്. മറിച്ച് അയാൾ താമസിക്കുന്നത് ഈജിപ്തിലും ഖത്തറിലുമായിട്ടാണ്. ഈ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ ഈ സീസ് ഫയറിന് തയ്യാറാകാമെന്നും പകരം ഈ മുഴുവൻ പ്രദേശത്തിൻ്റെ കൺട്രോളും പ്ലസ് അവിടെയുള്ള പൊളിറ്റിക്കൽ ഒരു പാർട്ടിയായിട്ട് ഹമാസിനെ ഇസ്രായേലും ബാക്കിയുള്ള രാജ്യങ്ങളും അംഗീകരിക്കണമെന്ന്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഇസ്രായേലും ബാക്കിയുള്ള പൊളിറ്റിക്കൽ കൺട്രീസും ഒന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഹമാസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഞങ്ങളെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഈ ഗാസയുടെ കെയർ ടേക്കറായിട്ട് അംഗീകരിക്കണമെന്ന്. അതിന് ലോകരാജ്യം അംഗീകരിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാരണമായി കാണാൻ സാധിക്കും. ഇവിടെയുള്ള ഹമാസിൻ്റെ താല്പര്യം എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കൺട്രോളുള്ള ഗ്രൂപ്പ് എന്ന രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഒരു കാര്യമാണ് ഇസ്മായിൽ ഹാനിയ പ്രഖ്യാപിച്ചത്. അതിന് ഇസ്രായേൽ സമ്മതം അറിയിക്കാത്തത് ഒരു പ്രധാനപ്പെട്ട കാരണമായി കാണാൻ സാധിക്കും. എന്നാൽ മറുഭാഗത്ത് ഇസ്രായേലിനകത്തുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണാൻ സാധിക്കും. ഇസ്രായേലിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണകൂടം, ഈ ഭരണകൂടത്തിൽ റൈറ്റ് വിങ് പാർട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. അതായത് ഈ വലതുപക്ഷം ആശയം പിന്തുടരുന്ന ഇസ്രായേലി നാഷണലിസ്റ്റ് ആയിരിക്കുന്ന പല പാർട്ടികളും ഈ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്. ഈ പാർട്ടികളെല്ലാം ഒരൊറ്റൊരു താല്പര്യമെന്ന് പറയുന്ന ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. അതായത് അവസാനത്തെ ഹമാസിൻ്റെ സോൾജേഴ്സിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഗാസയുടെ മുഴുവൻ കൺട്രോളും ഇസ്രായേൽ ഏറ്റെടുക്കണമെന്നും അങ്ങനെ ഒരു മുഴുവൻ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഒരു പവർ ലോകത്തിന് മുന്നിൽ അറിയിക്കണമെന്ന കാര്യമാണ് ഇന്ന് നാഷണലിസ്റ്റ് ആയിരിക്കുന്ന പല പാർട്ടികളും ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭരണകൂടം പ്രഖ്യാപനം നടപ്പാക്കിയത്. അത് നടപ്പാക്കേണ്ട ഒരു നീക്കത്തിലോട്ടാണ് ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു എത്തപ്പെട്ടത്. കാരണം അങ്ങനെ ഒരു ആക്ഷൻ എടുത്തു വെച്ചില്ലെങ്കിൽ ഈ മുഴുവൻ പാർട്ടികളുടെയും സപ്പോർട്ട് നഷ്ടമായേക്കാം. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു ഒഫൻസീവ് ആക്ഷന് പച്ചക്കൊടി വീശിയത് കാണാൻ സാധിക്കും. മറുഭാഗത്താണെങ്കിൽ അവരുടെ ഓപ്പോസിഷൻ ലീഡേഴ്സും ഏകദേശം ഈ ഒരു നീക്കങ്ങൾക്ക് സമ്മതം അറിയിച്ചത് കാണാൻ സാധിക്കും. സോ ഓവറോൾ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ റാഫയിലോട്ട് പോലും ഇസ്രായേലി സൈന്യത്തെ ഇറക്കണമെന്ന രീതിയിലാണ് മാറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവരുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്ക് ഇറക്കിയത് കാണാൻ സാധിക്കും. ഇവിടെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയ കാര്യമെന്ന രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചത്. അതായത് ഈ അമേരിക്ക പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞങ്ങൾ 3000-ലധികം വരുന്ന ബോംബുകൾ ഇസ്രായേലിന് കൈമാറാൻ തയ്യാറായിരുന്നു. ആ ബോംബുകൾ ഇപ്പോൾ നൽകില്ല എന്ന് പറഞ്ഞ കാര്യമാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. ഇവിടെ അമേരിക്ക പൂർണ്ണമായിട്ടും ഇസ്രായേൽ നീക്കങ്ങളെ എതിർക്കുന്നു, അമേരിക്ക ഇന്ന് പലസ്തീൻ അനുകൂലമായി സംസാരിക്കുന്നു പറയുന്ന രീതിയിൽ പലരും പല ന്യൂസ് മീഡിയയും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അമേരിക്ക ഒരു ഭാഗത്തുകൂടി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഇസ്രായേലിന് വേണ്ട മുഴുവൻ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് അമേരിക്കയുടെ ഒരു ഡ്യുവൽ സ്റ്റാൻഡിനെ പറ്റി അറിയേണ്ടിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഒരു $90 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ എയ്ഡ് പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഈ എയ്ഡ് പാക്കേജിൽ യുക്രൈൻ, അതുപോലെ ഇസ്രായേൽ, പിന്നെ ഇന്തോ പസഫിക് റീജിയൻ ഇവിടെയുള്ള നമ്മളെ രാജ്യങ്ങൾക്ക് സപ്പോർട്ട് അറിയിക്കുന്ന രീതിയിലായിരുന്നു അമേരിക്ക നീക്കം നടപ്പാക്കിയത്. അതിൽ തന്നെ 26 ബില്യൺ അമേരിക്കൻ ഡോളർ സപ്പോർട്ട് പോകുന്നത് ഇസ്രായേലിനാണ്. സോ ഇത്രയും തുക ഓൾറെഡി ഇസ്രായേലിന് വേണ്ടി അമേരിക്ക പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെപ്പൺസിൻ്റെ സപ്ലൈയും അമേരിക്ക അനൗൺസ് ചെയ്ത കാര്യമാണ്. സോ അമേരിക്ക ഓൾറെഡി അനൗൺസ് ചെയ്ത കാര്യമാണ് ഞങ്ങൾ ഇസ്രായേലിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുമെന്ന്. അതേ അമേരിക്ക തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൽ തന്നെ ഒരു സൈനിക വിഭാഗത്തെ ബാൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ
നെറ്റ്സ് യഹൂദ എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗമുണ്ട്. ഈ സൈനിക വിഭാഗം ഗാസയിലുള്ള ജനങ്ങൾക്കെതിരെ ഒഫൻസീവായി പെരുമാറിയെന്നും അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു, അവർക്കെതിരെ വലിയ തോതിലുള്ള വാർ ക്രൈം നടപ്പാക്കിയെന്ന കാര്യത്തെപ്പറ്റി അമേരിക്കയുടെ പല തിങ്ക് ടാങ്ക്സും കണ്ടെത്തിയതായിട്ടും അമേരിക്ക ഔദ്യോഗികമായിട്ട് ഈ കാര്യത്തെ സ്ഥിരീകരിച്ചായിട്ടും അതുകൊണ്ട് അമേരിക്ക ഒരു സൈനിക വിഭാഗത്തെ ബാൻ ചെയ്യുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി പ്രഖ്യാപിച്ചു. അതായത് ഈ സൈനിക വിഭാഗത്തിന് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട്, അവർക്ക് വേണ്ട വെപ്പൺ സപ്ലൈ, അവർക്ക് വേണ്ട ട്രെയിനിങ് ഒന്നും അമേരിക്ക നൽകില്ല എന്ന് പറയുന്ന കാര്യം അമേരിക്ക ഇതേ സമയത്താണ് പ്രഖ്യാപിച്ചത്. സോ അമേരിക്ക അവിടെ തന്നെ കാണിച്ചൊരു കാര്യമാണ് ഞങ്ങൾ ഇസ്രായേലിനെ എല്ലാ സമയത്തും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടി പെരുമാറുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്ന കാര്യം. അതേ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു ഭാഗത്ത് അമേരിക്ക വെപ്പൺ സപ്ലൈ ചെയ്യില്ല എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പ്രഖ്യാപിച്ചെങ്കിലും അതേ സമയത്ത് തന്നെയാണ് UK ഓൾറെഡി ഇസ്രായേൽ നൽകാമെന്ന് പറഞ്ഞ 8 പാക്കേജും അവരുടെ വെപ്പൺ സപ്ലൈയും എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്ന കാര്യത്തെപ്പറ്റി പ്രഖ്യാപിച്ചത്. UK ഈ ഒരു പ്രഖ്യാപനം നടപ്പാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്ക ആണെന്ന് പറയുന്ന തരത്തിൽ പോലും ഇന്ന് പല വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സോ എന്തുതന്നെയാണെങ്കിലും അമേരിക്ക ഇവിടെ ഇസ്രായേൽ എല്ലാ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അറിയേണ്ട മറ്റൊരു കാര്യമാണ് എന്തുകൊണ്ട് പിന്നെ എന്തിനാ അമേരിക്ക ഇങ്ങനൊരു ഡ്യുവൽ സ്റ്റാൻഡ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ്. അതായത് അമേരിക്ക ഒരു ഭാഗത്ത് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നു, മറുഭാഗത്ത് ഇസ്രായേൽ എതിർക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനൊരു സ്റ്റാൻഡ് കീപ്പ് ചെയ്യണം? ഇവിടെയാണ് വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇന്ന് ലോകത്ത് ഫോം ചെയ്യുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ അറിയേണ്ടത്. ഇന്ന് നമ്മുടെ ലോകം മുഴുവൻ ഇട്ടുനോക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കുക അത് ലോകത്തിൻ്റെ സദേൺ ഭാഗത്തുള്ള രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിനും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങൾക്ക്, ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കും ആ ഒരു പുതിയ ലോകക്രമത്തിൽ കാര്യമായ പങ്കുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് പല രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ പോലും ഒരു രൂപഘടന മാറ്റണമെന്നും അവിടെ പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്ന കാര്യത്തെപ്പറ്റി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇങ്ങനെ വേൾഡിൻ്റെ ഒരു മുഴുവൻ ഓർഡർ അത് യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് പല ഭാഗത്തോട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത്തരം ഒരു ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷന് ഇന്ന് ലോകരാജ്യങ്ങൾ പൂർണ്ണമായിട്ടും വെൽക്കം ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ആ ഒരു മാറ്റത്തിന് പൂർണ്ണമായിട്ടും തയ്യാറാകാതിരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ അത് അമേരിക്കയ്ക്കും ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയൊരു പ്രശ്നമാണ് സൃഷ്ടിക്കാൻ പോകുന്നു പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ കാര്യത്തെപ്പറ്റിയും ഈ രാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് റഷ്യയുമായിട്ടൊന്ന് യുക്രൈൻ യുദ്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് റഷ്യ യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങൾക്കും എണ്ണ സപ്ലൈ നിർത്തലാക്കാൻ പോകുന്നു പ്രഖ്യാപിച്ച സമയത്ത് പല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങളെയും പല ഗൾഫ് രാജ്യങ്ങളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലോട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ എത്തപ്പെട്ടത്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് അമേരിക്കയും ഒരേ സ്വരത്തിൽ ഈ ഒരു പുതിയ കാലക്രമത്തിന് അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അതിന് താല്പര്യം അറിയിക്കുന്ന രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സോ ലോകത്തിൻ്റെ ഒരു പുതിയൊരു രൂപഘടന അതൊരു മാറ്റം സംഭവിക്കുമ്പോൾ ആ ഒരു നേതൃത്വത്തിലോട്ട് വരുന്ന രാജ്യങ്ങൾക്ക് സപ്പോർട്ട് അറിയിക്കേണ്ടത് അത്യാവശ്യമായിട്ട് മാറുന്ന ഒരു കാര്യമായിട്ട് അമേരിക്ക മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അമേരിക്കയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പോലും ഇന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് മാറുമെന്ന കാര്യത്തെപ്പറ്റിയാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിലുള്ള പല നേതാക്കന്മാർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഇന്ന് അടുത്ത ഇലക്ഷന് മുന്നോടിയായിട്ട് അമേരിക്ക വീണ്ടും പലസ്തീൻ അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ അമേരിക്ക പണ്ട് തന്നെ പലപ്പോഴും പലസ്തീൻ അനുകൂലമായിട്ട് പല വേദികളിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ അതേ അമേരിക്ക തന്നെ ഇസ്രായേലിനെ വിട്ടുകൊടുക്കാതിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ അമേരിക്ക എപ്പോഴെല്ലാമാണോ പലസ്തീന് വേണ്ടി സംസാരിക്കുന്നത് ആ സമയത്തെല്ലാം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം ലോക രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ നല്ല പേര് വീണ്ടും നേടിയെടുക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അതേ ഒരു കാര്യം തന്നെയാണ് അമേരിക്കയോട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇസ്രായേലിൽ പ്രതികരിച്ച് കാണാൻ സാധിക്കും. ബാക്കിയുള്ള പല രാജ്യങ്ങളും ഇസ്രായേൽ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ആവർത്തിച്ച് പറഞ്ഞ് കാണാൻ സാധിക്കും. സോ അവരുടെ ആ ഒരു ടോക്കിലോട്ട് അമേരിക്കയും എൻ്റർ ചെയ്ത് അമേരിക്കയും അതേ സ്വരത്തിൽ സംസാരിച്ച് കാണാൻ സാധിക്കും. ഇതാണ് അമേരിക്കയുടെ ഈ ഒരു ഡ്യുവൽ സ്റ്റാൻഡിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ കൂടെ നിങ്ങൾ അറിയേണ്ടത്. അതായത് ലോകത്തിന് ഏറ്റവും കൂടുതലായിട്ട് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ രൂപീകരിക്കാനായിട്ട് സപ്പോർട്ട് അറിയിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ഈവൻ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പോലും ഏറ്റവും കൂടുതൽ പലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്ന രീതിയിൽ ചില നീക്കങ്ങൾ നടപ്പാകുന്നുണ്ട്. ഈ നീക്കങ്ങളെ ഇന്ന് എതിർക്കാൻ പോലും അമേരിക്ക ശ്രമിച്ചേക്കാം. ഏറ്റവും വലിയ സത്യമാണ്. കാരണം അമേരിക്ക എതിർത്തില്ലെങ്കിൽ അത് ഇസ്രായേൽ ചെയ്യുന്ന ഒരു ചതിയായിട്ട് മാറിയേക്കാം. ഒരുപക്ഷെ അമേരിക്ക ആ ഒരു വോട്ടെടുപ്പ് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ആ ഒരു വോട്ടെടുപ്പിനെ എതിർക്കുകയാണെങ്കിൽ അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അത് സിമ്പിളായി കാണിച്ചിരുന്ന കാര്യമാണ് എന്തെന്നെ വന്നാലും ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്ക നിൽക്കുന്ന ഒരു കാര്യം. അതേസമയത്ത് അമേരിക്ക അതിന് അനുകൂലമായിട്ട് സപ്പോർട്ട് അറിയിക്കുകയാണെങ്കിൽ അത് ഇസ്രായേൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് മാറിയേക്കാം. സോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ജോ ബൈഡൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് പ്രതികൂലമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സിറ്റുവേഷനെ അനുകൂലമായി മാറ്റിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരം നേടിയെടുക്കണമെങ്കിൽ ഇന്ന് പല കാര്യങ്ങളിലും ഇത്തരം ഒരു സ്റ്റാൻഡ് കീപ്പ് ചെയ്യേണ്ടത് അമേരിക്കയും അത്യാവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തരമൊരു മാറ്റം പ്രകടമാക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നു, മറുഭാഗത്ത് ഇസ്രായേൽ എതിർക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇങ്ങനെ ലോകത്തിന് മുമ്പിൽ ഒരു പുതിയൊരു മീഡിയ ബിംബം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്.
ആ ബിംബമാണ് നിങ്ങൾ പലരും മനസ്സിലാക്കാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുക. ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേൽ തമ്മിൽ പ്രശ്നത്തിൽ ഏർപ്പെടുന്നു പറഞ്ഞ് പലരും സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന അമേരിക്ക എല്ലാ സമയത്തും ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമായ കാര്യമാണ്. അല്ലെങ്കിൽ അത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിൻ്റെ സ്റ്റാൻഡിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമായി തീർന്നേക്കാം. ഇന്ന് ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേൽ ഒരുമിപ്പിക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. കാരണം അതിലൂടെ ബെനിഫിറ്റ് അമേരിക്കയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഇസ്രായേൽ സൈന്യം ഗാസയുടെ അകത്തോട്ട് പൂർണ്ണമായി പ്രവേശനം നടപ്പാക്കാൻ പോകുന്ന ആ ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനിൽ സാധാരണക്കാർക്ക് പോലും പ്രശ്നം വരാൻ പോകുന്നു എന്നൊരു കാര്യം. അതായത് ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഒരു ഡാമേജ് സംഭവിക്കാറുണ്ട്. ഈ ഡാമേജസിൽ സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇന്ന് UNGA അതുപോലെ യൂണിസെഫ് പോലത്തെ പല സംഘടനകളും ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പ്രശ്നം നേരിടുന്ന കാര്യത്തെപ്പറ്റി പ്രഖ്യാപനം നടപ്പാക്കിയിട്ടും ഇസ്രായേൽ അവരുടെ പൊളിറ്റിക്കൽ താല്പര്യം, ഇസ്രായേലിൻ്റെ അകത്തുള്ള ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു ഒഫൻസീവ് ആക്ഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഹമാസിനെ ഇല്ലാതാക്കാനല്ല, മറിച്ച് ഒരു വംശഹത്യയായിട്ട് മാറുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമാണ്. എന്തെന്നെ അവിടെ നടക്കുന്ന പ്രശ്നത്തിൽ മതം വേണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നാലും അവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന സാധാരണക്കാരെ ബലിയാടാക്കിക്കൊണ്ട് പല പൊളിറ്റിക്കൽ നേതാക്കന്മാരും അവരുടെ താല്പര്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു പറയുന്ന ഏറ്റവും വലിയ സത്യമാണ്. ഈ സത്യത്തെപ്പറ്റി സംസാരിക്കുക, ഇതിനെപ്പറ്റി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.